മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മന്ത്രിക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. മന്ത്രിയെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ വളരെ മോശമായ സാഹചര്യത്തിൽ കണ്ടുവെന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ടെന്നുമാണ് അവർ മീഡിയകളോട് വെളിപ്പെടുത്തിയത്. താൻ കണ്ട കാര്യങ്ങൾ പുറംലോകം അറിയാതിരിക്കാൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അവരെ മർദ്ദിച്ചതായും മൊബൈൽ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചതായും അവർ ആരോപിച്ചിരുന്നു. ഗാർഹിക പീഡനത്തിൽ കുടുങ്ങിയ ഗണേഷ് കുമാർ വീണ്ടും രാജിവെക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അന്ന് 2013 UDF മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ രാജിവെക്കുമ്പോൾ ആ വിഷയമൊക്കെ ഉയർന്ന സമയത്ത് LDF അതങ്ങ് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയായിരുന്നു, ആഞ്ഞടിക്കുകയായിരുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് ഏറ്റവും അന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. ആ പരാമർശത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ രഞ്ജന? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നൊരു കുറ്റവാളിയാണ്. നിസ്സഹായായ ഒരു സഹോദരിയെ വഞ്ചിച്ച മനുഷ്യനായിട്ട് ആ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ അർഹനാണോ? ഇരുന്നുകൂടാ. ഇത്തരത്തിലുള്ള നാറികളെ പേറുന്ന നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ അർഹനല്ല. ഉമ്മൻചാണ്ടി ഒരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ഭാര്യ ആ സ്ത്രീ ഏൽക്കേണ്ടി വന്ന പീഡനത്തിന്റെ ഭാഗമായി സമീപിക്കുന്നത് പിതൃതുല്യനായ മുഖ്യമന്ത്രിയാണെന്നാണ് പറയുന്നത്. അത് ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി കാണുന്നതല്ല. ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ ഒരു പൗരനെയല്ല, മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്ന ആ സ്ഥാനത്തെയാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ പോയി കാണുന്നത്. ആ പരാതി തിരിച്ചു കൊടുത്ത് ആ പരാതി സ്വീകരിക്കാത്ത നിലപാട് സ്വീകരിച്ച് പരാതി വാങ്ങിയതിന് ശേഷം അതിൻ്റെ തുടർ നടപടികളെടുക്കാത്തത് ക്രിമിനൽ കുറ്റമാണ്. അതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. ഗണേഷ് കുമാർ നമ്മുടെ സമൂഹത്തിൽ വളരെ അപകടകരമായൊരു സ്ഥിതിവിശേഷമാണല്ലോ നേരിട്ടത്. അത് അദ്ദേഹം തന്നെ വരുത്തി വെച്ച കാര്യമാണല്ലോ. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാകാനേ പറ്റില്ല. അപ്പോൾ പൊതുപ്രവർത്തകനാകാനുള്ള ഒരു യോഗ്യതയും ഇന്ന് അദ്ദേഹത്തിനില്ല. അതാണ് യഥാർത്ഥ വസ്തുത. സഹായത്തിനായി പോലീസിനെ 112 എന്ന നമ്പറിൽ വിളിച്ചെങ്കിലും താൻ അകത്ത് കയറി പെട്ടി പാക്ക് ചെയ്ത് വരുമ്പോഴേക്കും അവർ അവിടെ നിന്നും പോയെന്നും ബിന്ദു മേനോൻ പരാതിപ്പെട്ടിരുന്നു. മന്ത്രിയുടെ വീട്ടിലേക്ക് വരാൻ ടാക്സിക്കാർ പോലും ഭയപ്പെട്ടത് മൂലം പുലർച്ചെ 2 മണിയോടെയാണ് ഞാൻ പാലക്കാട്ടുള്ള വീട്ടിലെത്തിയതെന്നും അവർ പറഞ്ഞു. മന്ത്രിയായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാതെ 2 ദിവസം താൻ മിണ്ടാതെ ഇരുന്നുവെന്നും എന്നാൽ എനിക്ക് വട്ടാണെന്ന് മന്ത്രി പ്രചരിപ്പിച്ചതോടെയാണ് ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. മന്ത്രിക്ക് അനേകം സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും പത്തനാപുരത്ത് പല സ്ത്രീകളും വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും അവർ പറഞ്ഞു. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഇത് രാഷ്ട്രീയമല്ല, ഇത് കേരള ജനതയുടെ ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് 1 അല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. ഇതിപ്പോ പ്രണയമാണ്, പ്രണയം മിനിസ്റ്റർക്ക് 1000 അല്ല, മേ ബി 2000 ഉണ്ടാവുമായിരിക്കും. പക്ഷേ മിനിസ്റ്റർ അങ്ങനെയുള്ള ആൾക്ക് മിനിസ്റ്റർ ആയിട്ട് ഇരിക്കാൻ പറ്റുമായിരിക്കും. ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് കെയർ. അതായത് ഇനിയിപ്പോ എന്തായാലും താങ്കൾ ലീഗലി പോവാണോ അതോ ഇതിന്റെ തുടർ നടപടി? പോകുന്നില്ല, ഞാൻ ലീഗലി ഇല്ല. ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് വട്ടായിട്ടാണ് 112 വിളിച്ചത് കൊണ്ട് എന്ന് മാത്രം അതിന്റെ ഒരു വിശദീകരണമേ ഉള്ളൂ. അല്ലാതെ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ലീഗലി, ഐ ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ്. അതായത് വളരെ മോശം സാഹചര്യത്തിലാണ് അവിടെ കണ്ടത്. അത് കണ്ടപ്പോൾ അതിന്റെ ഫോട്ടോ കൊടുത്തപ്പോൾ ഐ ഹാവ് ഓൾ ദി പിക്ചേഴ്സ്, ഐ ഹാവ് ഓൾ ദി എവിഡൻസസ് എല്ലാം. ഞാൻ CM സാറുടെ മോളെ വിളിച്ചിട്ട് ഞാൻ ഇൻഫോം ചെയ്തിരുന്നു. ഐ ഹാവ് ഓൾ ദി എവിഡൻസസ് ആൻഡ് ഐ ഡോണ്ട് പ്ലാൻ വിളിച്ചിട്ട് ഇൻഫോം ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ എല്ലാ എവിഡൻസും ഉണ്ട്. മൈ പ്ലാൻ ഇസ് നോട്ട് ടു ഡു എനിത്തിങ്, നോട്ട് ടു ഡു എനി ഹാം ടു ദി ഗവൺമെന്റ് പറഞ്ഞിരുന്നു. ഞാൻ എനിക്ക് മിനിസ്റ്ററെയോ ഗവൺമെന്റിനെയോ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഐ ഹാവ് നോ ഇന്റൻഷൻ എന്ന് ഞാൻ പറഞ്ഞു. സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ പോലീസിനെയും മകൾ വീണ വിജയനെയും വരെ താൻ വിളിച്ചിട്ടും യാതൊരു സഹായവും ഉണ്ടായില്ലെന്നും ബിന്ദു മേനോൻ പറഞ്ഞു.